അതിപ്പോൾ എല്ലാവരും അതും വിചാരിച്ചുകൊണ്ട് കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങുന്നുണ്ടാവും. തുടങ്ങിയിട്ടുണ്ടാവും. അത് വിചാരിച്ചുകൊണ്ട് ഓരോ കണ്ടന്റ് ഇട്ടുകൊണ്ടൊക്കെ ഉണ്ടാവും. അതിൻ്റെ ബാക്കിൽ വേറെ ഒരു സാധനം കൂടിയുണ്ട്. ഞാൻ അതും കൂടി പറഞ്ഞുതരാം. വേറെ ഒരു സാധനം എന്ന് വെച്ചാൽ യൂട്യൂബിലേക്ക് കയറിയുന്ന ആൾക്കാർ ഇങ്ങനെ ഫസ്റ്റ് വിചാരിക്കും ഞാൻ ഇടുന്ന വീഡിയോ അടിപൊളിയാണ്, കിടിലനാണ് എന്നൊക്കെ വിചാരിക്കും. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ നീട്ടി പറയാനൊന്നും എനിക്ക് നീട്ടി പറയാനൊന്നുമില്ല. ചെറിയ വീഡിയോ ഇടി ചെറുതായിട്ട് പറയണത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഓരോ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയവർ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യും. നല്ലോണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഫുള്ളും ഒരു ദിവസം മുഴുവനും ഡെയിലി അപ്ലോഡ് ചെയ്തുകൊണ്ട് വെക്കും. ഇങ്ങനെ വിചാരിച്ചിട്ട് ഈ വീഡിയോ നല്ലോണം ഞാൻ എഡിറ്റ് ചെയ്യും. എനിക്ക് നല്ലോണം എഡിറ്റ് ചെയ്യാനറിയാം. തംബ്നെയിൽ ഞാൻ നല്ലോണം എഡിറ്റ് ചെയ്യും. പിന്നെ ടൈറ്റിൽ എനിക്ക് നല്ലോണം അറിയാം. പിന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് നല്ലോണം അറിയാം. വ്യൂസ് കയറാത്തവരും ഓരോ ബിഗിനേഴ്സ് അപ്പോൾ അങ്ങനെ ഇട്ടുകൊണ്ട് തന്നെ വെക്കും. സ്വയം പൊക്കി വിചാരിച്ചിട്ട് അങ്ങനെ ഓരോന്ന് വിചാരിച്ചിട്ട് ഇട്ടുകൊണ്ട് വെക്കും. നമ്മളിങ്ങനെ ഓരോ വീഡിയോ ഇടും. നമുക്ക് തോന്നും ആ വീഡിയോ അടിപൊളിയാണ്, ആ വീഡിയോ എന്തെങ്കിലും ക്ലിക്കാവും അതിന് വിചാരിച്ചിട്ട് നമ്മൾ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ പേരിൽ ഒരേ ലെവലിൽ തന്നെ വീഡിയോ ഡെയിലി അപ്ലോഡ് ചെയ്തുകൊണ്ട് തന്നെ വെക്കും. തംബ്നെയിൽ മാറ്റാനില്ല, ടൈറ്റിൽ മാറ്റം വരുത്താനില്ല. പിന്നെ നമ്മളെ സ്റ്റോറി ടെല്ലിങ്ങിൽ ഓരോ മാറ്റം വരുത്താതെ ഓരോ ദിവസവും ഇമ്പ്രൂവ് ചെറുങ്ങനെ ചെയ്താലും നമ്മൾ അങ്ങോട്ട് മനസ്സിലാവൂല നമ്മളെ വീഡിയോ നല്ലതാണ് ചീത്തയാണോ എന്ന്. ചീത്തയാണെന്ന് വെച്ചാൽ ക്വാളിറ്റിയും പിന്നെ നമ്മളെ സംസാരിക്കുന്ന രീതിയും പിന്നെ അങ്ങനത്തേക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ബെറ്റർ ആക്കണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം ഇങ്ങനെ വിചാരിച്ചാൽ മാത്രം മതി. ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് വിചാരിക്കും നല്ല വീഡിയോ ആയിരിക്കുമെന്ന്, കാണുന്നവർക്ക് അതറിയുള്ളൂ അത് നല്ല വീഡിയോ ആയിരുന്നു ചീത്ത വീഡിയോ ആയിരുന്നു. ചീത്ത വെച്ചാൽ ആദ്യം കൊള്ളാത്ത വീഡിയോ ആയിരുന്നു, അങ്ങനെയൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഓരോ ദിവസവും കണ്ടന്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒന്ന് വിചാരിക്കുക, അത് ക്ലിക്കായാലും ക്ലിക്കായില്ലെങ്കിലും ഇന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഇത്ര പോരാ, എനിക്ക് ഇനിയും ബെറ്റർ ആക്കണം, എനിക്ക് ഇനിയും ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണം. ഓരോ വീഡിയോയിലും ഓരോ തംബ്നെയിലും ടൈറ്റിലും ഹുക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ഇനിയും ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണം, ഇനിയും കൊണ്ടുവരണം. ഓരോ വീഡിയോ ഞാൻ അങ്ങനെ തന്നെ ചിന്തിച്ചിട്ട് അങ്ങനെ തന്നെ പോസിറ്റീവായിട്ട് വീഡിയോ ഇടുക. അല്ലാതെ ചിന്തിച്ച് കഴിഞ്ഞിട്ട് ഈ വീഡിയോ നല്ല വീഡിയോ ആണ്, ഭൂമി തന്നെ എൻ്റെ തംബ്നെയിൽ എൻ്റെ വീഡിയോ മാത്രം ക്ലിക്കാവുള്ളൂ, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് അല്ലേ. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഒരിക്കലും വീഡിയോ ഇടാതെ വെക്കുക. കാരണം അങ്ങനെ വിചാരിച്ച് വീഡിയോ ഇടുന്ന വീഡിയോ ആയിരിക്കും ഏറ്റവും അടിയിലായി പോവുക. അതുകൊണ്ട് ഇങ്ങനെ വിചാരിക്കുക. ഇപ്പം ഞാനും അങ്ങനെ തന്നെ വിചാരിക്കണേ. ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ആക്കിയില്ല ഞാനിങ്ങനെ വിചാരിക്കും ഞാൻ ഇടുന്നത് കണ്ടൻറ്റ് പോലെ. അതിപ്പോൾ എനിക്ക് മനസ്സിലാവേണ്ടി ഞാൻ ഇടുന്ന കണ്ടൻറ്റ് പോലെ സ്റ്റോറി ടെല്ലിങ്ങിൽ അധികം ഇല്ല, ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ ഇത്ര ദിവസം വിചാരിച്ചുകൊണ്ടിരുന്നത് എൻ്റെ വീഡിയോ അടിപൊളിയാണ്, എൻ്റെ വീഡിയോക്ക് ഇടില്ലാണ്, എൻ്റെ വീഡിയോക്ക് ഇടുക്കാച്ചിയാണെന്ന് വിചാരിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ സ്വയം വിചാരിക്കരുത് അത് നല്ലതാണെന്ന്. നിങ്ങൾ അതിൽ നല്ലതായാലും ഈ കുറച്ചുകൂടി കുറേ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ കുറേ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് റിയൽ സക്സസിൻ്റെ ഒരു സീക്രട്ട്. പിന്നെ കുറേ സീക്രട്ട് ഉണ്ട്, അത് ഞാൻ ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഓർത്തിരിക്കുക. നിങ്ങളപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി. നിങ്ങളെ കണ്ടന്റിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിലും ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നാളത്തെ വ്ളോഗ് വെച്ചാൽ നാളെ എനിക്ക് ഈ എൻ്റെ വീടിൻ്റെ വാർപ്പിൻ്റെ മേലെ കടന്നുറങ്ങണമെന്നുണ്ട്. അകത്താണെങ്കിൽ ഫുള്ള് ചൂട്, വാർപ്പിൻ്റെ കുറച്ച് തണുപ്പൊക്കെ കിട്ടിയിരിക്കും. ഏണിയൊക്കെ നാളെ കൊണ്ടുവരണം. അപ്പോൾ നാളത്തെ വ്ളോഗിൽ നമുക്ക് സെറ്റാക്കാം. നാളത്തെ അത് നടക്കുമെന്നാണ് എൻ്റെ ഒരു പേടി. ഇന്നും കൂടി മഴ ചെയ്തിട്ടുള്ളൂ, ചെറുതായിട്ട് ചാറിയിട്ടുള്ളൂ. അപ്പോൾ നാളെ നടക്കുമായിരിക്കും. അപ്പോൾ എന്തായാലും നാളെ കാണാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. Darling, you